ഹലോ ഗൈസ്, അമർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഗൈസ്, കുറേ ആയിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കുറേ കാര്യങ്ങൾ തിരക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ ട്രിപ്പ് പോകുമ്പോൾ വേണ്ടിണ്ടായിരുന്നു, നമ്മളൊരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി ഏതാണ്, എങ്ങനെയാണ് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങളെ ഞാൻ ലാഗ് അടിപ്പിക്കണില്ല. ഇതാ നോക്കണം നമ്മുടെ വണ്ടി. ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി, പോളോ ജി ടി ആണ്. ജി ടി പറയുമ്പോൾ അറിയില്ല, ഓട്ടോമാറ്റിക് ആണ്. ഇതാണ് നമ്മുടെ വണ്ടി ഗൈസ്. ഗൈസ്, ഇതാണ് നമ്മുടെ പോളോ ജി ടി. 2019 മോഡൽ വണ്ടിയാണ് നമ്മുടെ വണ്ടിയുടെ. ഞാൻ എടുത്ത പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ലക്ഷത്തിനാണ് ഞാൻ വണ്ടി എടുത്തത്. ഇനി വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു 1 month ആയിട്ടുള്ളൂ. വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിട്ട് ഇനി വണ്ടിയുടെ ഓരോ മോഡിഫിക്കേഷൻസ് എല്ലാം ഉണ്ടാവും. അതൊക്കെ നമ്മൾ വഴിയെ ചെയ്യുന്നതാണ്. നിലവിൽ ഇനി ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം മാറ്റണം, എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഞാൻ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ എടുത്ത വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാത്തൊരു സ്റ്റോക്ക് പോളാണ് ഞാൻ എടുത്തത്, ജി ടി ആണ് എടുത്തത്. ഇനി അത് ഞാൻ 1 by 1 ആയിട്ട് ഇപ്പം തന്നെ ചെയ്യാൻ തുടങ്ങി. ഗൈസ്, ഞാൻ വണ്ടി എടുത്തതിന് ശേഷം റൂഫ് ഞാൻ ബ്ലാക്ക് ആക്കി. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 14K അടുത്ത് ഞാൻ വണ്ടി എടുത്തതിന് ശേഷം മാത്രം വർക്ക് ചെയ്തിട്ടുണ്ട്. റൂഫ് ബ്ലാക്ക് ആക്കി. അതേമാതിരി ഗൈസ് ഇങ്ങോട്ട് വരും, സ്പോയിലർ, നമ്മുടെ ജി ടിയുടെ സ്റ്റോക്ക് സ്പോയിലർ മാറ്റി ഞാൻ ബാറ്റ്മാൻ സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഓഡി ടൈപ്പ് ബ്രേക്ക് ലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ഏകദേശം എനിക്കൊരു 12K അടുത്ത് വന്നിട്ടുണ്ട്. ഇത് 4.5. പിന്നെ റൂഫ് ബ്ലാക്ക് ആക്കിയതിന് ശേഷം 10K ആ ലെവൽക്ക് വന്നു. പിന്നെ ഹാം റെസ്റ്റ് ആഡ് ചെയ്തു. അങ്ങനെ ചെറിയ ബേസിക് ആയിട്ടുള്ള ഒരു ഇത് മാത്രമാണ് ചെയ്തത്. ഇനി നമ്മൾ വലുതിലേക്ക് കിടക്കുന്ന എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എക്സോസ്റ്റ് ഇനി നെക്സ്റ്റ് മന്താണ് ചെയ്യുക. അതിന് ശേഷം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട്. ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്യണം, അതേമാതിരി കളർ ചേഞ്ച് ചെയ്യണം, ഗ്രാഫിക്സ് ചേഞ്ച് ചെയ്യണം. ഇതൊക്കെ നെക്സ്റ്റ് മന്ത് മുതലാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും വണ്ടി എടുത്തിട്ടല്ലേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ എടുത്തത് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഗൈസ് നമ്മൾ വണ്ടി എടുത്തത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ കാണിച്ചു തരാം. ഗൈസ്, ചെറിയ ചളിയുണ്ട്. ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് അപ്പോൾ ഇന്ന് വീഡിയോ എടുത്തത്. ഗൈസ്, ഇതാണ് DSG ഗിയർ ബോക്സ്. ഓട്ടോമാറ്റിക്കാണ് വണ്ടി. പിന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പോണ വഴിക്ക് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ നമ്മൾ പിന്നെ അതിന് ശേഷം നമ്മൾ ലോഗോ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഡീക്രോം ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ബമ്പർ എന്തായാലും മാറ്റാനുള്ളൊരു പ്ലാനാണ്. Type 3 ബമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതേപോലെ ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് നമ്പർ പ്ലേറ്റ് ഞാൻ കുറച്ച് ചെറിയൊരു ഫാൻസി ഒക്കെ ഉണ്ടായിരുന്നു. IND നമ്പർ പ്ലേറ്റ് വേണ്ടിയിട്ട് ചെറിയൊരു ഫാൻസി ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ബമ്പർ Type 3 കൺവേർട്ട് ചെയ്യണം. അപ്പോഴാണ് ഒന്നുകൂടി നല്ല സെറ്റ് ആവുള്ളൂ. ഇത് Type 2 ബമ്പറാണ്. ഈ ഗ്രില്ല് കാര്യങ്ങളെല്ലാം മാറ്റണം. അതുകൊണ്ടാണ് ഇനി എന്നിട്ട് ഈ ലോഗോയിലൊക്കെ ചെറിയൊരു പരിപാടികളുണ്ട്. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പോളോൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വരുന്നതാണ്. ഇപ്പോൾ എന്തായാലും എടുത്തതിൻ്റെ ഒരു ഇത് മാത്രമേ ഞാൻ കാണിക്കണുള്ളൂ, ഇപ്പോൾ ചെയ്ത വർക്കുകളും. ഇനി നെക്സ്റ്റ് എന്തായാലും ഗൈസ് നമ്മുടെ വണ്ടിയുടെ മോഡിഫിക്കേഷൻസും അതേമാതിരി ഓരോരോ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് ഗൈസ്. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഗൈസ്, ടാറ്റ. അമർ വ്ളോഗ്സിൻ്റെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ. 2019 മോഡൽ പോളോ GT TSI ആണ്. പെട്രോളാണ് വണ്ടി, ഓട്ടോമാറ്റിക്. എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കിനാണ് പവർ എന്നാണ്. GTI അത് കഴിഞ്ഞാൽ പിന്നെ GT ആണല്ലോ. പിന്നെ പോളോ ആണ് ഇതിൻ്റെ സിസ്റ്റം. ഫുൾ ടച്ച് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ 1 by 1 ആയിട്ട് മോഡിഫൈ ചെയ്യണതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ വരുന്നുണ്ടാവും. ഈ സ്റ്റീറിംഗ് ഉൾപ്പെടെ എന്നിട്ട് നമുക്ക് ഇത് വെക്കണം, പെഡൽ ഷിഫ്റ്റ് കാര്യങ്ങളെല്ലാം വെക്കണം, ആഡ് ചെയ്യണം. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഗൈസ്. അതേമാതിരി കളറ് കാര്യങ്ങൾ, ഗ്രാഫിക്സ്, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. A തൊട്ട് Z വരെ നമ്മൾ മാറ്റി. ഏകദേശം ഒരു ഇങ്ങനെ ഞാൻ ബഡ്ജറ്റ് ഇരിക്കുന്ന ഒരു 3 lakh മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് മാത്രമായിട്ട് കണ്ടിരിക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് മന്ത്, ഈ മന്ത് മുതൽ തന്നെ, ഈ മന്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് മന്ത് മുതൽ നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ. നമ്മൾ ഓരോ മോഡിഫിക്കേഷൻ വീഡിയോസ് ആയിട്ട് വരുന്നതാണ് ഗൈസ്. പിന്നെ പോളോൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ നല്ല കംഫർട്ട് തന്നെയാണ്. ഞാൻ BM എടുക്കണം പറഞ്ഞ നോക്കുന്നതാണ്.
പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ഈ 10 lakh ബഡ്ജറ്റിൽ ഇപ്പോൾ നമ്മൾ VM എടുത്തിട്ടും കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പണി കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ അതിന് പേര് നമുക്കൊരു ജപ്പാൻ ജർമ്മൻ വണ്ടി നമുക്ക് നല്ലൊരു പ്രൈസിൽ നല്ല ടോപ്പ് ഗ്രേഡുള്ള സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് തന്നെയാണ് താല്പര്യം. പിന്നെ ഓട്ടോമാറ്റിക്കാണ് പറഞ്ഞിട്ട് എല്ലാവരും പവറിലാണ് കരുതുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ D2 സ്പോർട്സ് മോഡ് പറഞ്ഞൊരു സാധനമുണ്ട്. സ്പോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടോട്ടോ, ഇപ്പോൾ 1x കിട്ടും. ഇപ്പോൾ കൈസ് കണ്ടില്ലേ, ഇനി ഞാൻ ക്വിക്കായിട്ട് കാല് കൊടുക്കുന്ന സമയത്ത് കണ്ടോ, ചെറിയൊരു കാറ്റമോനാണ് എന്നാലും കുഴപ്പമില്ല. ഞാൻ കാല് കൊടുക്കുമ്പോൾ കൈസ് കണ്ടോ, ഇപ്പോൾ കയറുന്നുണ്ടോ, കണ്ടോ കൈസ്? ഇതാണ് GT. ഇതുകൊണ്ടാണ് GT എടുത്തത്. പവർ എന്ന് പറഞ്ഞാൽ നല്ല കൺട്രോളാണ്, അതേമാതിരി നല്ല പൊടി പിടിക്കാറ്, നല്ല പൊടി പിടിക്കാറ്. അപ്പം അങ്ങനെ കൈ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലെടുത്തിട്ട് ഒരു കുഴപ്പമില്ല. അത്ര അടിപൊളിയായിട്ട് പറക്കാം ഗൈസ്, കേട്ടോ. തൊടുമ്പേക്ക് വേറെ ലെവലായിട്ടാണ് പോവുക. പിന്നെ മൈലേജ് കുറച്ച് സീനാണ് ഇപ്പൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര നേരം നോർമൽ പോയതുകൊണ്ട് 11 വരെയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 11 കിട്ടുന്നില്ല, 10 കിലോമീറ്ററൊക്കെയാണ് മൈലേജ് കിട്ടുന്നത്. 10, 8, 9 അത്രേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ വണ്ടി എടുത്ത് നമ്മൾ മൈലേജ് ഒക്കെ ഇട്ടല്ലല്ലോ ഈ വണ്ടി എടുക്കുക. നമുക്ക് നമ്മുടെ ആഗ്രഹത്തിൻ്റെ പുറത്തല്ല എല്ലാവരും. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ അടുത്ത പോളോൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതാണ്. ടാറ്റാ. In the time for